ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ 90 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ 51ാമത്തെ ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ ഹെയർ പാക്കിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. ഒന്ന്, ഒരു പിടി പേരയില, അതായത് അധികം മൂത്ത് പോകാത്ത, പിന്നെ ഏറ്റവും തളിരിലകളല്ലാത്ത ഒരു മീഡിയം ഇതിൽ വരുന്ന ഇലകളാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കിട്ടണത് ആ ഒരു ഇത് എടുക്കുക. അപ്പോൾ ഒരു പിടി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് ഒരു 2 സ്പൂൺ തേയിലപ്പൊടി ഇട്ടിട്ട് 1 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് സിമ്മിലിട്ടിട്ട് അതൊരു അര ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു 1/4 ഗ്ലാസ്സൊക്കെ ആകണ വരെ നിങ്ങൾക്ക് വെച്ചേക്കാം. അതിന് ശേഷം അത് തണുത്തത് എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പിടി പേരയിലയിലേക്ക് ആ ഒരു തണുപ്പിച്ച് വെച്ച ആ ഒരു വെള്ളം, തേയില വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വളരെ കുറച്ച് ഒഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. അങ്ങനെ അരിച്ചെടുത്തിട്ടുള്ളതാണ് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്കാൽപ്പിലേക്ക് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുൻപായിട്ട് ഞാൻ സ്കാൽപ്പിലേക്ക് ഓയിൽ തലേന്ന് നൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പാക്ക് ഇടുന്നതിന് മുൻപായിട്ട് മുടിയുടെ ലെങ്തിലേക്ക് വളരെ കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇൻവേർഷൻ മെത്തേഡും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പേരയില എന്ന് പറയുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഏത് പാക്ക് നിങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിലും എന്താ പറയുക, നിങ്ങൾക്കത് സ്യൂട്ട് ആകുന്നില്ലെങ്കിൽ അപ്പം സ്റ്റോപ്പ് ചെയ്തോണം. നിങ്ങൾക്കത് നല്ല രീതിക്ക് വർക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്കത് വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്ന അടിപൊളിയായിട്ടുള്ള പാക്കുകളായിരിക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഏതെങ്കിലും ഒരു പാക്ക് കൊണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ എനിക്ക് കമ്പനി തരാൻ വേണ്ടിയിട്ട് കുഞ്ഞിപ്പെണ്ണും കൂടിയിട്ടുണ്ട് ഇന്നത്തെ പാക്ക് ആപ്ലിക്കേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ആൾ ഇടയ്ക്ക് അങ്ങോട്ടൊക്കെ ഓടിപ്പോകും, എന്നാലും ഇടയ്ക്കൊക്കെ തിരിച്ച് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഓരോരോ സെക്ഷൻസായിട്ട് എടുത്ത് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് 1 മണിക്കൂർ വരെ വെച്ചേക്കാം. അതിന് ശേഷം വെറുതെ വെള്ളത്തിൽ ഹെയർ വാഷ് ചെയ്യാം. ഷാമ്പോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട. ഈ ഒരു പാക്കിലുള്ള വൈറ്റമിൻ സി ആണെങ്കിലും വൈറ്റമിൻ ബിയുടെ കണ്ടൻറ്റുകളാണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള എന്താ പറയുക, നമ്മുടെ ശരീരത്തിൽ നമ്മൾ പേരയ്ക്ക കഴിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ നമുക്ക് കിട്ടണോ അതുപോലെ തന്നെ നമ്മുടെ മുടി വേരുകളിലേക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെന്നിട്ട് നമുക്ക് ഉള്ളിൽ നിന്ന് പുതിയ മുടി വളർച്ച സാധ്യമാക്കാൻ വേണ്ടിയിട്ടും പിന്നെ മുടിക്ക് നല്ലൊരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ബ്ലാക്ക് കളറാകാനും നിര കാര്യങ്ങൾക്കൊക്കെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കാണ്. അപ്പം നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വെള്ളമായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന്. അതായത് ഇത് നമുക്ക് ഈ ഒരു വെള്ളം പേരയിൽ തിളപ്പിച്ച് അതിൻ്റെ വെള്ളമായിട്ട് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അപ്പം ഞാനിപ്പോൾ അങ്ങനെ അതിനെ വേവിച്ചിട്ട് എടുത്തിട്ടില്ല. അത് ജസ്റ്റ് ആ ഒരു ഫ്രഷ് രീതിയിൽ തന്നെ അരച്ചെടുത്തിട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും നല്ല റിസൾട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെത്തേഡിൽ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ചലഞ്ചിലല്ലാണ്ട് തന്നെ നിങ്ങൾക്കൊരു വീക്ക്ലി 2 ടൈംസൊക്കെ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് 1 മണിക്കൂറിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാം. അതിന് ശേഷം ഇന്ന് നൈറ്റ് നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഇന്ന് നൈറ്റ് സ്കാൽപ്പിലേക്ക് വളരെ കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നാളെ കുളിക്കുന്നതിന് മുൻപായിട്ട് 1 മണിക്കൂർ മുൻപായിട്ട് മുടിയുടെ ലെങ്തിലേക്കും സ്കാൽപ്പിലേക്കും വളരെ കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഹെയർ വാഷ് ചെയ്യാം. വെറുതെ വെള്ളത്തിൽ ഹെയർ വാഷ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഡേയിലും നാളത്തെ ഡേയിലും ഒന്നും ഷാമ്പൂ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു ഡേയിൽ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ബാലൻസ് വന്നത് ആ ഒരു നമ്മുടെ ഉച്ചി എന്നൊക്കെ പറയും, ഇനി എല്ലായിടത്തും ഇങ്ങനെ പറയുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ആ ഒരു സെൻട്രൽ ഏരിയയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്ത് പിന്നെ എനിക്ക് എപ്പോഴും ചെയ്യണ പോലെ ഒരു മസാജ് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു തൃപ്തി വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു മസാജും കൂടി ചെയ്ത് കൊടുത്തിട്ടാണ് മുടി മേലേക്ക് ഇട്ട് വെക്കണത്. ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മുടി മേലേക്ക് ഇട്ട് വെച്ച് അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.